സെലിബ്രിറ്റി ട്രാൻസ്ഫോർമേഷനെ പറ്റി എപ്പോൾ സംസാരിച്ചാലും ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പേരാണ് നയൻതാര. നയൻതാരയുടെ ഓരോ സമയത്തുള്ള ട്രാൻസ്ഫോർമേഷനും നമ്മളെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഞാനാണെങ്കിൽ നയൻതാരയെ പറ്റിയുള്ള കുറേയധികം വീഡിയോസ് പല തരത്തിൽ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ സ്റ്റിൽ ഇനിയും നയൻതാരയുടെ സ്റ്റൈലിൽ ഡിസെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഞാൻ അതേപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു വീണാസ് ഡിന്നർ. ഞാൻ വീണ, പ്രൊഫഷണൽ ഞാൻ ഒരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നയൻതാരയുടെ ഫേസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഫേസ് ഷേപ്പാണ്. ഓവൽ ഫേസ് ഷേപ്പ് ആണെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള സിമ്മെട്രിയാണ് ആ ഫേസിലുള്ളത്. സിമ്മെട്രി പ്രോപ്പറാണ് ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയതുകൊണ്ടും പ്രപ്പോർഷൻസ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ടും നമുക്ക് ഓവറോൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു ഫേസ് പോലെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈവൻ ദോ പല സമയത്തും ഹെയർ സ്റ്റൈലിലുള്ള ഒരുപാട് ചേഞ്ചസ് കാരണം ഫേസിൻ്റെ അപ്പിയറൻസ് കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫേസിൽ സ്ട്രക്ചർ കൊണ്ടുവരുന്നത് ഐബ്രോസും അതുപോലെ ഹെയറുമാണെന്ന്. ഈ ഹെയറിലുള്ള ഒരുപാട് ചേഞ്ചസ് നയൻതാര പല സമയത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഹെയർ സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ നയൻതാരയുടെ ഓവറോൾ അപ്പിയറൻസ് തന്നെ മാറിപ്പോകുന്നതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നയൻതാരയുടെ ഫേസിന്റെ ഐബ്രോസ് മുതൽ ഈ ചിൻ വരെയുള്ള ഭാഗമാണ് ഏറ്റവും ലെങ്തിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് വൈഡർ ആണ് ഫോർഹെഡ് എങ്കിലും ഫോർഹെഡ് കുറച്ച് ചെറുതായിട്ടാണ് കമ്പാരിറ്റീവ്ലി തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ വോളിയം യുടെ ഭാഗത്തേക്ക് ആഡ് ചെയ്യുമ്പോഴും ചീക്സിന്റെ ഭാഗത്തേക്ക് ആഡ് ചെയ്യുമ്പോഴും ഫേസിന് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ലുക്കാണ് വന്നിട്ടുള്ളത്. സോ അത് പിന്നീട് മനസ്സിലാക്കിയതനുസരിച്ചിട്ടാണ് നയൻതാരയുടെ ഓരോ ട്രാൻസ്ഫോർമേഷനും ഓരോ സമയത്തും നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നയൻതാരയുടെ ഹെയർ സ്റ്റൈലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു സൈഡ് സ്വെപ്റ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ആൻഡ് ഓൾസോ തിക്ക് കേൾസ് വോളിയം ഹെയറിന് കൊടുക്കുന്ന രീതിയിലായിരുന്നു ഹെയർ സ്റ്റൈൽ ചെയ്തിരുന്നത്. ഇതൊക്കെ തന്നെ ഫേസിനെ കുറച്ച് യൂത്ത്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്വീറ്റ്, ഫെമിനൈൻ, അപ്രോച്ചബിൾ, റിലേറ്റബിൾ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ഹീറോയിൻ മെറ്റീരിയൽ എങ്ങനെയാണോ അങ്ങനെ ആയിരുന്നു ആ സമയത്ത് ഹെയർ സ്റ്റൈലിൽ ഓവറോൾ ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു ഗ്ലാമർ എറയിലേക്ക് നയൻതാര വന്നപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ സ്ട്രെയിറ്റൻഡ് ആയിട്ടുള്ള ഹെയർ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ബ്ലോ ഔട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള ബ്ലോ ഔട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് നയൻതാരയുടെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം ഹെയർ സ്റ്റൈലിൽ മാത്രമല്ല ഹെയറിൻ്റെ കളറിൻ്റെ അകത്ത് ഒരു ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിനകത്തും ഈ ഒരു ഡിഫറൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഗ്ലാമർ എറയിലൊക്കെ വരുന്ന സമയത്ത് നയൻതാര കൂടുതലായിട്ടും ഹെയർ കളർ ചെയ്തിരുന്നത് ഹൈലൈറ്റ്സ് പോലെയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഉള്ള ലേഡി സൂപ്പർ സ്റ്റാർ എറയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഗ്ലോബൽ ഹൈലൈറ്റ്സ് വിത്ത് ബാലയാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു ബാലയാജ് ലുക്ക്, അതുമല്ലെങ്കിൽ ബാലയാജിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഹൈലൈറ്റ്സ് പോലെ വേറൊരു കളർ ടോൺ കൊടുക്കുക, അതുമല്ലെങ്കിൽ ഒരു ഓംബ്രേ ലുക്ക് പിടിക്കുക. അങ്ങനെ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് കുറച്ചും കൂടെ നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഹെയറിൻ്റെ കളറിൽ എക്സ്പെരിമെൻറ്റ് നടത്താറുണ്ട്. പക്ഷേ അതിലൊരു കൺസിസ്റ്റൻസിയും കൂടിയുണ്ട്. ആൻഡ് ഇപ്പോൾ നോക്കുമ്പോൾ കൂടുതലായിട്ടും ഈ ഹെയർ കളറിലും ടെക്സ്ചറിലുമാണ് നയൻതാര ഫോക്കസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള വേവ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഒരുപാടധികം ലെയറിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹെയറിൽ കാണാൻ പറ്റാറില്ല. പിന്നെ ഓവറോൾ ഒരു പോളിഷ്ഡ് ലുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ചില സമയത്ത് സ്ലീക്ക് ആയിട്ടുള്ള ഹെയർ സ്റ്റൈല് പോലും നയൻതാര ചൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ. ബിക്കോസ് ആക്സസറി ഒക്കെ അത്രയും ഹെവി ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഫേസിൻ്റെ ഓവറോൾ ഷേപ്പ് മാറാനും പാടില്ല, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈൽ കൊണ്ടുവരികയും വേണം. അങ്ങനെ വിചാരിച്ചിട്ട് ആ രീതിയിലും ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ ഇപ്പം ഒരു സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നയൻതാരനെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നയൻതാരയുടെ കളർ അനാലിസിസ് നോക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ച് ഞാനൊന്ന് അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഡീപ്പ് ഓട്ടം കളർ പാലറ്റിലാണ് നയൻതാര ഉള്ളതെന്നാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ഡീപ്പ് വിൻ്ററിൻ്റെ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട്. ലൈക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് ഡാർക്കർ ടോൺസ് ഒക്കെ നന്നായിട്ട് ചേരുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബ്ലാക്ക്, ബർഗണ്ടി, എമറാൾഡ്, ഡീപ്പ് റെഡ്, നേവി അങ്ങനെയുള്ള കളേഴ്സിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നയൻതാര ഇരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മ്യൂട്ടഡ് ഗ്രേയോ അല്ലെങ്കിൽ ഡസ്റ്റി ആയിട്ടുള്ള കളേഴ്സോ ഒക്കെ വരുന്ന സമയത്ത് അത് അത്ര സ്ട്രൈക്കിംഗ് ആയിട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അവിടെ നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നയൻതാര എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് ഭയങ്കര ന്യൂഡായിട്ടുള്ള കളേഴ്സാണ്, സോഫ്റ്റ് കളേഴ്സാണ്.
സോ നയൻതാര എപ്പോഴും കൊണ്ടുവരുന്ന ഒരു കോൺട്രാസ്റ്റ് ആ ഒരു കാര്യത്തിലാണ്. അതായത് നമ്മൾ ഇടുന്ന അറ്റയറിൽ കുറച്ച് കളർ ഡാർക്കർ കോൺട്രാസ്റ്റ് കയറി നിൽക്കുകയും ചെയ്യും, ആൻഡ് ഐ മേക്കപ്പ് കുറച്ച് ഡാർക്ക് ആക്കുകയും ചെയ്യും, ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ബാലൻസ്ഡ് ആക്കി പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ന്യൂഡായിട്ടുള്ള ന്യൂട്രൽ കളേഴ്സിലുള്ള ലിപ്സ്റ്റിക്കിലേക്ക് പോവുകയും ചെയ്യും. ആൻഡ് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നതിൻ്റെ കാര്യം എപ്പോഴും ലിപ്പ് ലൈൻ ചെയ്ത് ഒരു ബ്ലോട്ടഡ് എഫക്റ്റിൽ ലിപ്സ് കൊണ്ടുവരുന്നത് കൊണ്ടാണ്. ആൻഡ് ഓൾസോ ചെറിയ രീതിയിലുള്ള ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അതും ഓവറോൾ ഉള്ള ഒരു അപ്പിയറൻസിൽ ഒട്ടും ഓവർ പവർ ചെയ്യാതെ നിൽക്കുകയും ചെയ്യും. നയൻതാരയുടെ ബോഡി ഷേപ്പ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ടവർ ഗ്ലാസ് പോലെ ഫീൽ ചെയ്യും, പക്ഷെ ചെറിയൊരു റെക്ടാങ്കിളിന്റെ സൈഡ് കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ബബ്ലി ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ബിസി ആയിട്ടുള്ള പ്രിന്റ്സ് അല്ലെങ്കിൽ കുറച്ചധികം ക്ലാഷി ആയിട്ടുള്ള പ്രിന്റ്സ് യൂസ് ചെയ്യുന്നതായിട്ടും സോഫ്റ്റർ ആയിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യുന്നതായിട്ടും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമേജിലേക്ക് നയൻതാര എത്തിയിട്ടുണ്ട്. ആ പവർഫുൾ ആയിട്ടുള്ള ഇമേജിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡ്രേപ്സും അതുപോലെ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും കുറച്ചും കൂടെ ലൈറ്റർ കളേഴ്സ് യൂസ് ചെയ്യുന്നതായിട്ടും ലൈറ്റർ ആൻഡ് ബ്രൈറ്റർ ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ് ഉള്ളതായിട്ടും ഓൾമോസ്റ്റ് ജ്വൽ ടോൺസ് കുറച്ചും കൂടി യൂസ് ചെയ്യുന്നതായിട്ടും സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഗൗൺസ് യൂസ് ചെയ്യുന്നതായിട്ടും ഈവൻ ഷോർട്ടായിട്ടുള്ള മിനി സ്കേർട്സ് യൂസ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ കൂടെ ഒരു ടേർട്ടിൽ നെക്ക് കോമ്പിനേഷൻ കൊണ്ടുവന്നതായിട്ടും എന്താ പറയുക, നയൻതാരയുടെ ഓവറോൾ സ്റ്റൈലിംഗ് നോക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കതിൽ നിന്ന് കോപ്പി ചെയ്യാൻ ഒരുപാട് ഉണ്ടാവും. അങ്ങനെയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് എത്ര തവണ അതിനെപ്പറ്റി സംസാരിച്ചാലും വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ എലമെന്റ് സംസാരിക്കാനുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരേ ഒരു ഏരിയ നയൻതാരയുടെ വേസ്റ്റിന്റെ ഭാഗത്ത് ഒരുപാട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് അല്ല നയൻതാരയ്ക്കുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ്ങിൽ എപ്പോഴും വേസ്റ്റിന്റെ ഭാഗത്ത് ഇലോങ്ങേഷൻ കൊണ്ടുവരാനും ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ കൊണ്ടുവരാനും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞു റെക്റ്റാങ്കിൾ ഒരു ബോഡി ഷേപ്പിലേക്ക് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവർ ഗ്ലാസ് ഷേപ്പാണെന്ന്. സോ അതുകൊണ്ട് തന്നെ വേസ്റ്റ് കൂടുതലായിട്ടും അത്ര ഡിഫൈൻഡ് ആയിരിക്കില്ല. പക്ഷെ വേസ്റ്റിന് ഇലോങ്ങേഷൻ കൊണ്ടുവരിക എന്നുള്ളതും ഗൗൺ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കൊണ്ടുവരാറുണ്ട്. സ്കേർട്ട് ആൻഡ് ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ബാലൻസ് കൊണ്ടുവരാറുണ്ട്. ഇനി മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ബ്ലേസർ ലുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തും അത് കൊണ്ടുവരാറുണ്ട്. ഓവറോൾ നയൻതാരയുടെ ബോഡി ഷേപ്പ് സ്റ്റൈലിങ്ങിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നയൻതാരയുടെ മേക്കപ്പ് എവല്യൂഷനെ പറ്റി ഓൾറെഡി ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അതായത് ഐസിന്റെ കാര്യവും ലിപ്സിന്റെ കാര്യമൊക്കെ. പക്ഷേ നമ്മളെപ്പോഴും എല്ലാവരും ഇൻ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്നത് നയൻതാരയുടെ ഐബ്രോസിനെ പറ്റിയാണ്. നയൻതാരയുടെ തിക്കായിട്ടുള്ള ഐബ്രോസും സ്മോക്കി ആയിട്ടുള്ള ഐ മേക്കപ്പും. സ്മോക്കി ആയിട്ടുള്ള ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ അത് അത്രയും ഡീപ്പ് ഡാർക്ക് അങ്ങനെയായിരിക്കും ആ ഒരു ഐസിന്റെ പ്രൊജക്ഷൻ എപ്പോഴും ഉണ്ടാവുക. അത് ആ ഡെഫിനിഷൻ കൊടുക്കുന്നത് മനഃപൂർവ്വമാണ്. ഭയങ്കര സോഫ്റ്റ് സ്മോക്കി എന്നുള്ള ഒരു ഏരിയയിലേക്കല്ല നയൻതാര പിടിക്കാറുള്ളത്. ജെറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു ഐസാണ് എപ്പോഴും കൊടുക്കാറുള്ളത്. ആൻഡ് ഡിഫൈൻഡ് ആയിട്ടുള്ള ലാഷസ് ആയിരിക്കും കൂടെ ഉണ്ടാവുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരാളുടെ ഫേസിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. ആൻഡ് അതിൻ്റെ കൂടെ ഒട്ടും ഓവർ പവർ ചെയ്ത് നിൽക്കാതിരിക്കാനാണ് എപ്പോഴും ലിപ് ഷെയ്ഡ് കുറച്ച് സറ്റിലായിട്ട് കൊടുക്കുന്നത്. ചെറിയ രീതിയിലുള്ള കോൺടൂർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ബിക്കോസ് ഈ ഒരു ഏരിയ, അതായത് ഞാൻ പറഞ്ഞു ലോവർ തേർഡാണ് ഏറ്റവും കൂടുതൽ നയൻതാരയുടെ ഒരു നോസിൻ്റെ ടിപ്പ് മുതൽ താഴെ വരെയുള്ള ഏരിയയാണ് കുറച്ചും കൂടെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് എഡ്ജസ് ഉള്ള ഒരു ഷേപ്പിലേക്ക് ഇരിക്കുന്നത്. ആ ഭാഗം കൂടുതലായിട്ട് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നയൻതാര കോൺടൂർസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് പറഞ്ഞു വന്നത് ബെറ്റർ ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഓരോ മേക്കപ്പ് പ്രൊഡക്ട്സിനും കൊടുക്കണം എന്നുള്ളതാണ്. നയൻതാരയുടെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിൻ്റെയും പിന്നിലുള്ളതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നയൻതാര ഓരോ സമയത്തും ഇൻഡസ്ട്രിയിൽ നിന്ന് ഡിസപ്പിയർ ആവുകയും കൂടുതൽ